ഹലോ, എല്ലാവർക്കും സോഫീസ് നെസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ബണ്ണാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഫില്ല് ചെയ്തിട്ടുള്ള ബണ്ണ്. മുൻപ് ഞാൻ ഉണ്ടാക്കിയ ബ്രെഡും ബട്ടർ റോളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മറ്റൊരു ഐറ്റമാണ്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ 250 ml ചെറിയ ചൂടുള്ള പാലെടുക്കുക. അതിലേക്ക് 2.25 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് വലിയൊരു മുട്ട അല്ലെങ്കിൽ നാടൻ മുട്ടയൊക്കെ ആണെങ്കിൽ ചെറിയ 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 400 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലോറാണ് ഞാൻ ചേർക്കുന്നത്. സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്ക് നനഞ്ഞ ടവൽ വെച്ച് കവർ ചെയ്ത് വെക്കാം. 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും കുഴയ്ക്കാനൊക്കെ നല്ല എളുപ്പമുള്ള രീതിയിൽ ഒന്ന് പൊങ്ങിയിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഏകദേശം 60 ഗ്രാമാണ് 1/4 കപ്പ് എന്ന് പറയണത്. ഇത് ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കുഴയ്ക്കാൻ ഉപയോഗിക്കുന്ന കല്ലിലേക്കോ ഷീറ്റിലേക്കോ നമുക്കത് ഇട്ട് കൊടുക്കാം. ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഡോയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ആവശ്യത്തിന് പൊടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. കുഴയ്ക്കുമ്പോൾ ഫോൾഡ് ചെയ്ത് കുഴയ്ക്കാൻ ശ്രദ്ധിക്കുക. ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആയ കാരണം ഏകദേശം ഒരു 1/4 കപ്പിനോട് അടുത്ത് പൊടി നമുക്ക് വേണ്ടി വരും. അപ്പോൾ പൊടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ വീശി കുഴച്ചെടുക്കാം. വീശി മടക്കി ഇതുപോലെ കുഴച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കുഴച്ചാലാണ് 10-15 മിനിറ്റാണ് കണക്ക്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും നമ്മുടെ ബ്രെഡ്. ഇതുപോലെ നന്നായി കുഴച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ വലിക്കുമ്പോൾ പൊട്ടാതിരിക്കണം. അതാണ് കറക്റ്റ് കണക്ക്. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഡോ. ഇനി നമുക്കിത് ഒരു ബൗളിലേക്കാക്കി എണ്ണ മുകളിൽ തൂവി ഇതുപോലെ എണ്ണയൊന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഡബിൾ സൈസ് ആവണ വരെ ഒരു നനഞ്ഞ ടവൽ വെച്ച് കവർ ചെയ്ത് നമുക്ക് വെക്കാം. അല്ലെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്താലും മതി. ഇപ്പോൾ ഇത് ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഈ ഡോ ഒരു പൊടി തൂവിയ ഷീറ്റിലേക്കിട്ട് അതിൻ്റെ എയറൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കളയാം. ഒരു റോളർ വെച്ച് ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് തുല്യ ഭാഗങ്ങളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഓരോ ഭാഗങ്ങളും എടുത്ത് നമുക്ക് ഫോൾഡ് ചെയ്ത് ഇതുപോലെ മടക്കിയെടുത്ത് ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ഉരുട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല ലെയറായിട്ട് വരും. കണ്ടോ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇതുപോലെ ഫോൾഡ് ചെയ്ത് വേണം നമുക്ക് ഇതിൻ്റെ ബോൾസ് തയ്യാറാക്കാൻ. അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബ്രെഡിൻ്റെയൊക്കെ ഉള്ളിൽ ലെയർ പോലെ വരില്ലേ, അതുപോലെ വരാൻ വേണ്ടി നമുക്കിതുപോലെ ഫോൾഡ് ചെയ്ത് മടക്കിയെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഉരുളകളാക്കി ഓരോന്നും നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ പോണത് മെല്ലോൻ്റെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. അത് പീസുകളാക്കി നമുക്കിഷ്ടമുള്ള വലുപ്പത്തിലുള്ള പീസുകളാക്കി നമുക്ക് വയ്ക്കാം. കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് ഫില്ല് ചെയ്യണത് ഒത്തിരി ഇഷ്ടമായ കാരണം നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇപ്പം എല്ലാം ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതാണ് മെല്ലോൻ്റെ ഡാർക്ക് കോമ്പൗണ്ട്. അത് പീസുകളാക്കി ഇതുപോലെ എടുക്കണം. വലിപ്പമൊക്കെ നമുക്ക് തീരുമാനിക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി അതിലേക്ക് ഓരോ പീസ് ചോക്ലേറ്റും വെച്ച് വീണ്ടും നമുക്ക് ഉരുട്ടിയെടുക്കാം. നല്ല പൊങ്ങിയ മാവായ കാരണം നല്ല എളുപ്പമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള വലിപ്പത്തിൽ ചോക്ലേറ്റ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് കവർ ചെയ്ത് ആദ്യം ചെയ്ത പോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഒരു ബേക്കിംഗ് ട്രേയിൽ
ബട്ടർ പേപ്പർ ഇട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ബട്ടർ ബ്രഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ എല്ലാ ബോൾസും ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ നേരം വീണ്ടും നനഞ്ഞ ടവൽ വെച്ച് മൂടി വെയിറ്റ് ചെയ്യാം. ഒന്നുകൂടി ഒന്ന് പൊങ്ങി വരുമ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാം. ഒരു മുട്ടയുടെ കൂടെ 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ ആയപ്പോഴേക്കും നമ്മുടെ ബണ്ണൊക്കെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലും മുട്ടയും ചേർത്ത മിക്സ്ചർ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ റീഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിൽ 15 തൊട്ട് 20 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഓരോ ഓവനിലും ചൂട് വ്യത്യാസപ്പെട്ടിരിക്കും. അതിനനുസരിച്ച് നമുക്ക് സമയം ക്രമീകരിക്കാം. നമ്മുടെ ബണ്ണൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ലെയർ പോലെ നല്ല സോഫ്റ്റായ നല്ല ടേസ്റ്റി ബണ്ണാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. ബൈ ബൈ.